ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചേലക്കരയുടെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന ഇറങ്ങുന്നതിന് കാരണം മുൻ LDF സർക്കാരാണെന്ന UDFന്റെ വാദം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് LDF അംഗങ്ങൾ പറഞ്ഞു. ഇപ്പോഴത്തെ ഭരണസമിതി മുൻകാലത്ത് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പഞ്ചായത്തിനെയും സംസ്ഥാന സർക്കാരിനെയും കുറ്റപ്പെടുത്തിയെന്നും ഇപ്പോൾ കാട്ടാന പ്രശ്നം MLAയുടെയും MP യുടെയും തലയിലാണ് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. കാട്ടാന ഇറങ്ങുന്ന വിഷയത്തിൽ ഒരു യോഗവും വിളിച്ചു ചേർക്കാതെ അലംഭാവമാണ് UDF ഭരണസമിതി കാണിച്ചതെന്നും പ്രശ്നസ്ഥലത്ത് പ്രസിഡന്റിനെയോ മറ്റ് UDF അംഗങ്ങളെയോ കണ്ടില്ലെന്നും LDF അംഗങ്ങൾ ആരോപിച്ചു. ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരു 3 മാസമായി ആനകൾ 8-ാം വാർഡ്, 9-ാം വാർഡ്, 10-ാം വാർഡ്, 11-ാം വാർഡ്, പിന്നെ വാഴക്കോട് 13-ാം വാർഡ്, ഈ 3 വാർഡിനെ കേന്ദ്രീകരിച്ച് നിരന്തരം ഒരു ദിവസം 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് വരെ ഇതുമായി ബന്ധപ്പെട്ട് അത് പരിശോധിക്കാനോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായി ആലോചന നടത്താനോ പഞ്ചായത്ത് തലത്തിലെ മെമ്പർമാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു യോഗം നടത്താനോ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി 2-3 തവണ ഞങ്ങൾ യോഗം വിളിച്ചു എന്ന്. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് റേഞ്ച് ഓഫീസറുമായി ബന്ധപ്പെട്ടാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു യോഗവും പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വിളിച്ചിട്ടില്ല എന്ന് യാഥാർത്ഥ്യമാണ്. ഇത് പറയാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ നമ്മൾ ഈ യോഗം നടത്താം, ആനയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പരിഹരിക്കാമെന്ന വാക്കാൽ പോവുകയാണ്. എന്നാൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അന്ന് കേരളം ഭരിച്ചിരുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. പഞ്ചായത്ത് ഭരിച്ചത് LDFൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയാണ്. ഇന്ന് ഭരണപക്ഷത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പമുള്ള മെമ്പർമാരും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടങ്ങളിൽ ആന ഇറങ്ങിയപ്പോൾ അവസാന ഘട്ടങ്ങളിൽ പഞ്ചായത്തിലേക്ക് വ്യാപകമായ പ്രക്ഷോഭം നടപ്പിക്കുക, അതോടൊപ്പം പഞ്ചായത്തിൻ്റെ നാഷണൽ ഹൈവേയുടെ റോഡ് ഉപരോധിക്കുക, അതോടൊപ്പം തന്നെ ഒരു ദിവസം ഫുൾ ടൈം വാഹനം കടത്തിപ്പോവാത്ത രീതിയിലേക്കുള്ള ഒരു നിലപാടെടുത്ത് അന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനെയും പഞ്ചായത്തിനെയും രൂക്ഷമായി വിമർശിച്ച അവർ ഭരണപക്ഷത്ത് വന്നപ്പോൾ ഇപ്പോൾ പഞ്ചായത്തിനെയും സംസ്ഥാന ഗവൺമെൻറ്റിനെയും മാറ്റി നിർത്തിക്കൊണ്ട് MLAയെ കേന്ദ്രീകരിച്ച് പറയുന്ന രീതി. ഇത് ആന ഇറങ്ങുന്നത് ഭരണപക്ഷം എന്ന പ്രതിപക്ഷം എന്ന രീതിയിലല്ല, അത് അവൻ്റെ ആവാസ കേന്ദ്ര ഭക്ഷണം കിട്ടാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങുകയാണ്. അത് ഇവിടെ മാത്രമല്ല, ഇന്നലെ പത്രസമ്മേളനത്തിൽ അവർ പറയുകയുണ്ടായി, അതായത് ചുരങ്കത്തിൻ്റെ റോഡ് പണിതതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അവിടെ ഫെൻസിങ് നടത്താത്തതിൻ്റെ ഭാഗമായിട്ടാണ് ആനകൾ ഇങ്ങോട്ട് കടന്നത്. അത് തെറ്റാണ്. ആനത്താരി എന്ന് പറഞ്ഞ ഒരു പ്രദേശമുണ്ട്, ഇത് ആനത്താരി കെട്ടിയടയ്ക്കാൻ പറ്റില്ല, അത് സെൻട്രൽ ഗവൺമെൻറ് നിയമമാണ്. ഇപ്രാവശ്യം നിയമസഭയിൽ നമ്മുടെ ബഹുമാനായ MLA പറഞ്ഞു അത് ഇങ്ങനെ അടയ്ക്കാനുള്ള സംവിധാനം വെച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി എടുക്കാമെന്നാണ്. എന്നാൽ ബഹുമാനായ വനവകുപ്പ് മന്ത്രി തന്നെ പറയുകയുണ്ടായി, ആനകൾ ഇറങ്ങുന്നതിൽ എന്തു ചെയ്യാൻ ഞാൻ എന്ന രീതിയിലാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ഇന്ന് സംസ്ഥാനത്ത് ഭരണം വന്നതിന് ശേഷം പല മേഖലകളിലും ഒരു മാസത്തിനുള്ളിൽ 6ഓളം മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിവിധ കാലഘട്ടങ്ങളിലായിട്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ ആനയുടെ ചവിട്ടിക്കൊന്ന ആളുകളെയൊക്കെ റൂട്ടിലേക്ക് ഇറക്കി മൃതദേഹം ആളെ പ്രദർശിപ്പിച്ച് വണ്ടി തടുക്കലും മറ്റു കാര്യങ്ങളുള്ളൂ. ഇന്ന് അതൊന്നും ചർച്ച ചെയ്യപ്പെടാൻ കഴിയുന്നില്ല. നമ്മളിപ്പോൾ ഭരണപക്ഷത്തെ കുറ്റം പറയാനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കുറ്റം പറയാനോ അല്ല, ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം. ഈ ആന ഇറങ്ങുന്ന പ്രദേശത്ത് 3 മാസമായിട്ടുള്ള ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ഒരാൾ പോലും ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടില്ല, മറ്റു ദിവസങ്ങളിൽ ഇവർ ഇറങ്ങുന്നില്ല. കഴിഞ്ഞ ഘട്ടങ്ങളിൽ പ്രതിപക്ഷമായിരിക്കുന്ന സമയത്തൊക്കെ തന്നെ രാത്രി ഫുൾ ടൈം ആന ഇറങ്ങി നോക്കിയിരുന്ന ആളുകൾ ഭരണപക്ഷത്ത് വരുമ്പോൾ ഇത് നോക്കാനോ ഇത് ശ്രദ്ധിക്കാനോ ഇവർക്ക് സമയമില്ല. ബഹുമാനായ MLA അത് ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ആന ഇറങ്ങി എന്ന് പറയുന്നു. അത് തികച്ചും തെറ്റാണ്. നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കിട്ടിയ മണ്ഡലം ചേലക്കര നിയോജകമണ്ഡലമാണ്. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടന്നു. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ലഭിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചതും ചേലക്കര മണ്ഡലമാണ്. MP എന്ന നിലയ്ക്ക് ഈ മണ്ഡലം നമുക്ക് ലഭിച്ചത് ഏക മണ്ഡലം ഈ ആലത്തൂർ മണ്ഡലമാണ് ഈ ചേലക്കര ഉൾപ്പെടുന്നത്. അപ്പോൾ അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ ചെറുതാക്കി കാണിക്കുന്നതിൽ ശരിയല്ല. ഇത് കക്ഷിയ രാഷ്ട്രീയം നോക്കിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് പറയുന്നത് ശരിയല്ല. ഇന്നിപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ പഞ്ചായത്തിലേക്ക് സമരം നടത്തുക വേണ്ടത്.
നമ്മളതിൽ രാഷ്ട്രീയം കാണുന്നില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡന്റുമാർക്കൊന്നും ഇവിടെ ഇരിക്കാൻ ഒരു സമയം കൊടുത്തിട്ടില്ല ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഇതിൻ്റെ ആളുകളുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഒരു ദുരന്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ രാഷ്ട്രീയം നോക്കാതെ അതിൽ പ്രവർത്തിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ആന വരുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നതാണ്. റോഡ് ക്രോസ് ചെയ്ത് കിടക്കുന്ന സമയത്ത് അന്ന് രാത്രി 11:30 മണി വരെ ഞാൻ വിവിധ വാർഡുകൾ, ആ വാർഡിൻ്റെ 4 വശം ഉണ്ടായിരുന്നു. ഒരു പഞ്ചായത്ത് മെമ്പർമാരോ അവിടേക്ക് വന്നിട്ടില്ല, ഒരാളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരു പ്രസിഡന്റിനെ അവിടെ കണ്ടിട്ടില്ല. എന്നിട്ട് ഞാൻ ഫോറസ്റ്റുകാരെ ബന്ധപ്പെട്ടു, അവരൊക്കെ വന്ന് അതിനുവേണ്ട എല്ലാ സഹായം ചെയ്തു. ഉദ്യോഗസ്ഥന്മാർ പോലീസിനെ വിളിച്ചു, ചെറുത്തിക്ക് വടക്കാഞ്ചേരിക്കും വിളിച്ചു. ആ വിളിച്ച സമയത്ത് അവർ ഓടിയെത്തി. എന്നിട്ട് എന്താ പറഞ്ഞത്, ഈ ഭരണകക്ഷിയിലുള്ള ആള് പറയാണ് പോലീസ് ശരിയല്ല, പോലീസിന്റെ ഭരണം കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്ന രീതിയിൽ. അപ്പൊ അവനവന്റെ ഭരണം അവനവന്റെ പല്ലിക്കുത്തി മണപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ നിലപാട് ആ കാര്യത്തില്. ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത 13,000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10,000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5,000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162.